തൃശൂർ പീച്ചി സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും മർദ്ദിച്ച SI ആയിരുന്ന PM രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. രതീഷ് കുറ്റക്കാരനെന്ന അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണമേഖല IG പരിശോധിച്ചു. 8 മാസമായി മുഖ്യ ഫയലാണ്. നാണക്കേട് കാരണം ഇപ്പോൾ പുറത്തായത്. VS അനു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. VS അനു, വിശദാംശങ്ങൾ. പീച്ചി പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന PM രതീഷിനെതിരായ നടപടിക്ക് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പോലീസ് തയ്യാറാകുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും പുറത്ത് വന്നിട്ടുള്ളത്. അതായത് ഇദ്ദേഹത്തിനെതിരെ ACP ശശിധരൻ നൽകിയ റിപ്പോർട്ടിന്റെ തുടർ നടപടികൾ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നു. സൗത്ത് സോൺ IG ശ്യാം സുന്ദറാണ് ഇത് സംബന്ധിച്ച ഫയലുകൾ ഇന്ന് പരിശോധിച്ചത്. ഈ പരിശോധിച്ച ശേഷം കഴിഞ്ഞ മാസം 10-ാം തീയതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിന്റെ മറുപടി ഈ മാസം 10-ാം തീയതിക്ക് മുമ്പാണ് നൽകേണ്ടത്. അത് അല്ല എങ്കിൽ ഇദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനാണ് ഇപ്പോൾ IG ഓഫീസിന്റെ തീരുമാനം. ആ IG ഓഫീസിന്റെ തീരുമാനത്തിന് ശേഷം ഇയാൾക്കെതിരെ നടപടി എടുക്കാനാണ് ഇപ്പോൾ വകുപ്പ് തീരുമാനിക്കുന്നത്. അതായത് കടുത്ത നടപടികളിലേക്ക് വകുപ്പ് കടക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുക. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ എന്തുകൊണ്ട് 8 മാസമാണ് ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ACPയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിൽ ഇതുവരെയും നടപടി എടുത്തിട്ടില്ല. കുന്നംകുളത്തെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്ന് അത് വലിയ വിവാദമാവുകയും അതിന് പിന്നാലെ മറ്റ് പോലീസുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ പുറത്തു വരുമ്പോഴാണ് ഇങ്ങനൊരു നടപടിക്ക് പോലീസ് വകുപ്പ് തയ്യാറാകുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടതാണ്. ഏതായാലും രതീഷിനെതിരെ വരും ദിവസങ്ങളിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് IG ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, അടുത്ത കാലത്ത് പോലീസിനെതിരെ ഉയർന്നു വന്ന എല്ലാ പരാതികളിലും കൃത്യമായ അന്വേഷണം നടത്തി നടപടിയെടുക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ നൽകിയിരിക്കുന്ന നിർദ്ദേശവും. ശരി, VS അനു.